നമുക്ക് ചുരക്കായും ഉണക്ക ചെറുപയറും കൊണ്ടൊരു ചാറ് കറി ഉണ്ടാക്കാം. അതിനായി ചെറുപയർ ഞാൻ 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചുരക്ക നമുക്ക് അരിഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 2 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് 5 പച്ചമുളക്, ചെറിയൊരു തക്കാളി അരിഞ്ഞത്, താളിപ്പിനായി 3 വറ്റൽമുളക്, കുഞ്ഞുള്ളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ, കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ജീരകം, കടുക്. ഇത്രയാണ് ഈ കറി ഉണ്ടാകാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് നമുക്ക് പയർ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരട്ടെ. നമുക്ക് ഈ ചുരക്ക ഒന്ന് ആവശ്യത്തിനുള്ള ചുരക്ക കട്ട് ചെയ്തു പകുതി മതി നമുക്ക്. പകുതി ചുരക്ക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ചുരക്കൊക്കെ അരിഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഈ വലിപ്പത്തിൽ. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ നോക്കാം. കറി തണുപ്പൊക്കെ മാറിയിട്ടുണ്ടോ ഈ വിസിലടിച്ചെല്ലാം. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഒക്കെ വെന്ത് ഒരു പേരെടുത്ത് നോക്കാം. നമുക്ക് അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാകും. നമുക്കൊരു പാത്രത്തിലേക്ക് ചുരക്ക ചേർക്കാം. പച്ചമുളകും കൂടെ ചേർക്കാം. 5 പച്ചമുളക്. ചുരക്ക വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഏകദേശം 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് തയ്യാറാക്കാം. ഒരു മിക്സിയിലെ ജാറെടുത്ത് 2 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി അല്ലി, 1/2 കപ്പ് തേങ്ങ തിരുമുന്നത്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങയെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചുരക്കയൊക്കെ ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതോടൊപ്പം തക്കാളിയും കൂടെ ചേർക്കാം. അത് ചുരക്കയോടൊപ്പം ഒന്ന് വേവട്ടെ. ചിലപ്പോൾ ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കാം. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളിതിൽ പുഴുപുളി ചേർക്കുന്നില്ല, അതിന് പകരം തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർക്കാം. ചുമന്ന പയർ എല്ലാം കൂടെ മിക്സ് ചെയ്ത്
വീണ്ടും ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അടുപ്പൊന്ന് തുറക്കാം. പയറും ചുരക്കായി എല്ലാം നല്ലതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. പിന്നെ അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ വെന്ത് കുറിയിട്ടുണ്ട്. സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി താളിച്ച് കൂടെ ചേർക്കാം. താളിച്ചൊന്ന് ചേർക്കാം. അതിനായി ഒരു പാൻ വെച്ച് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിട്ട് കടുകൊക്കെ പൊട്ടി കഴിയാറായത് കുഞ്ഞുള്ളി അരിഞ്ഞു, 2 ചെറിയ 3 ഉണക്കമുളക്, 2 കറിവേപ്പില എല്ലാം കൂടെ ചേർക്കുന്നതാണ്. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറിയിൽ ചേർക്കാം. അടുപ്പം തുറന്ന് ശേഷം അടച്ച് വെക്കാം. തുറന്ന് ഇളക്കി കൊടുക്കാം. തണുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചുരക്ക ചുമന്ന ചെറുപയർ ചാറ് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇനി നമുക്കിതൊരു സേർവിങ് ബൗളിലോട്ട് മാറ്റാം. ചുരക്ക ചുമന്ന പയർ ചാറ് കറി റെഡി.